നമുക്ക് കൊല്ലം ടൗൺ വരെ ഒന്ന് പോകാം കേട്ടോ. അതായത് നാരുവിന് ഇവിടെ ലോട്ടറി ഓഫീസിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ അച്ഛൻ. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫോട്ടോയും കൂടെ അങ്ങ് എടുത്ത് വീഡിയോയും കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതായത് വിക്രമാദിത്യനെ വേതാളം കൂട്ടുപോലെ ഞാൻ എവിടെ നാര് പോയാലും കൂടെ കാണുമല്ലോ. പക്ഷെ ഞാൻ സർവ്വസന്നാഹങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കട്ടൻ കാപ്പിയിൽ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഇരിക്കുന്ന ഈ ഒരു പള്ളിയുടെയൊക്കെ അടുത്താണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നല്ല മരത്തിൻ്റെ ചോട്ടിലാണ് ഇട്ട് തന്നത്, അതായത് കാറിട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഊതി കാപ്പി കുടിക്കുകയാണ്. ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പം നമ്മളും അതേപോലെ ഊതി കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നാരും ഇങ്ങനെ വന്ന് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കൊല്ലം വരെ വന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ബീച്ച് വഴി കറങ്ങിയിട്ട് പോകാം. ബീച്ചിൽ ഇറങ്ങിയില്ല, കാരണം ചൂടാണ്, ഭയങ്കര വെയിലാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഉരുകിപ്പോവും, അതുകൊണ്ട് ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ഉറക്കണിട്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം 1 മണി ആവാറായി. അപ്പോൾ തന്നെ നല്ല വിശപ്പ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടിയത് കുറച്ച് പൊരിപ്പാണ്. കാറിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഇതാണല്ലോ. അങ്ങനെ കുറച്ച് വാങ്ങി. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും തന്നെ കഴിച്ചില്ല. എന്നാൽ പിന്നെ പോയ പൊരിപ്പ് പോയി കുറച്ച് ഐസ്ക്രീം എങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞത് ഈ ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ. അങ്ങനെ അതും കഴിച്ചുകൊണ്ടായി ബാക്കി യാത്ര. പിന്നെ എൻ്റെ പകുതി ഐസ്ക്രീം നാരുമാണ് കേട്ടോ കഴിച്ചത്. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെയാണ്. എന്ത് വാങ്ങിയാലും ഒരെണ്ണം വാങ്ങുക. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വേണമെങ്കിൽ വാങ്ങിത്തരാമെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദേ സെയിൻ എന്ന് പറയുന്ന നമ്മുടെ ഇത് പോളയത്തോടുള്ളതാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ബക്കറ്റ് ബിരിയാണി കിട്ടും കേട്ടോ. നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി നോക്കണേ. അപ്പോൾ ഈ ബക്കറ്റ് ബിരിയാണി വാങ്ങി 3 മുട്ട ഉണ്ടായിരുന്നു, 4-5 പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ അച്ചാറുമാണ് കേട്ടോ ആയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതായത് ബിരിയാണിയുടെ ചിക്കൻ ഒരു വലിയ മുഴുത്ത 3 പീസ് ഉണ്ടായിരുന്നു. അതായത് ഒരു കാലും 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ചോറും ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു ബക്കറ്റ് ബിരിയാണി റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. പെപ്സ് ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ.